നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം PSCയുമായിട്ട് റിലേറ്റ് ചെയ്ത ലേറ്റസ്റ്റ് കുറച്ച് ന്യൂസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു ഹെഡിങ് ആണല്ലോ, വിവരണാത്മക പരീക്ഷയും വേണം എന്നുള്ള ആവശ്യമാണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള എക്സാം PSCക്ക് വേണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയർമാൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ വേണം, പക്ഷേ അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഇപ്പം മുന്നോട്ട് വരുന്ന ആവശ്യങ്ങൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റ്, PSC ഓഡിറ്റ് വകുപ്പ് എന്നിവിടങ്ങളിലെ അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തികകളുടെ മുഖ്യ പരീക്ഷ ഡിസംബർ 13-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. OMR പരീക്ഷയാണ് ഇതിനും നടത്തുന്നത്. ഈ തസ്തികയ്ക്ക് വിവരണാത്മക പരീക്ഷ നടത്തണമെന്ന് 10-11 ശമ്പള കമ്മീഷൻ ആവശ്യപ്പെട്ടതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി തുടങ്ങിയ ഉയർന്ന തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇവരുടെ യോഗ്യത നിശ്ചയിച്ച് നിയമനം നൽകുന്നത് ശരിയല്ലെന്നാണ് ശമ്പള കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. മുമ്പ് വിവരണാത്മക പരീക്ഷ നടത്തിയാണ് ഈ തസ്തികയുടെ റാങ്ക് പട്ടിക തയ്യാറാക്കിയിരുന്നത്. അതായത് ഇതേ സെയിം വേക്കൻസി അവർ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള എക്സാം നടത്തിയിട്ടായിരുന്നു. 2013 മുതലാണ് ഇതിന് മാറ്റം വന്നത്. കഴിഞ്ഞ 3 തവണയായി കേവലം ഒരു OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നു. പുതിയ റാങ്ക് പട്ടികയ്ക്ക് 2 ഘട്ട പരീക്ഷ നടത്തുന്നുണ്ട്. പക്ഷെ 2 പരീക്ഷകളും OMR ആണ്. 2005-ൽ OMR ആയി പ്രാഥമിക പരീക്ഷയും പിന്നീട് വിവരണാത്മക പരീക്ഷയും നടത്തിയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. 2010-ൽ OMR ആയി പ്രാഥമിക പരീക്ഷയും വിവരണാത്മകമായി മുഖ്യ പരീക്ഷയും പിന്നീട് ഇന്റർവ്യൂവും നടത്തിയിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റായി നിയമനം കിട്ടുന്നവരുടെ പ്രധാന ജോലി ഫയൽ തയ്യാറാക്കലാണ്. മന്ത്രിസഭാ യോഗത്തിലുള്ള കുറിപ്പ് തയ്യാറാക്കണം, നിയമസഭാ സമിതിക്കുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം, സാമാജികരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തയ്യാറാക്കുക, യോഗത്തിലെ മിനിറ്റ്സ് എഴുതുക തുടങ്ങിയവയും അസിസ്റ്റന്റുമാരുടെ ജോലിയാണ്. അപ്പോൾ എഴുതുന്നതിനുള്ള കഴിവ് വിലയിരുത്താൻ OMR പരീക്ഷയിലൂടെ കഴിയില്ലെന്നാണ് ഇപ്പോൾ ശമ്പള കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ മാത്രം ഈ വിഷയം PSC പരിഗണിക്കാതെ പോകരുത്. പൊതുവിദ്യാഭ്യാസ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളുമായി കൂടിയാലോചിച്ചിട്ട് അധ്യാപകരുടെ പിന്തുണയോടെ ആവശ്യമായ തസ്തികകൾക്ക് വിവരണാത്മക പരീക്ഷ നടത്തുന്നതിന് PSC തയ്യാറാകണം. എങ്കിലേ തസ്തികകൾക്ക് അനുയോജ്യമായവരെ റിക്രൂട്ട് ചെയ്യുക എന്ന ലക്ഷ്യം നേടാനാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള ഉയർന്ന തസ്തികകളിലേക്ക് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനുള്ള ഒരു ഫോഴ്സ് മുകളിൽ നിന്നും വരുന്നുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന നിലവാരം നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഉയർത്തുക. ഡിഗ്രി ലെവലൊക്കെ നല്ല പോസ്റ്റിലേക്ക് നോക്കുന്ന ആൾക്കാർ ഡിസ്ക്രിപ്റ്റീവ് ഇല്ല എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട. ഇനി വരും വർഷങ്ങളിൽ, തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിലേക്കൂടെ നിങ്ങൾ പഠിച്ച് തുടങ്ങുക. പിന്നീട് മറ്റൊരു ന്യൂസാണ്, പ്രൈമറി അധ്യാപകർക്ക് ബിരുദം യോഗ്യതയാക്കാനായിട്ട് നീക്കം. നമുക്കറിയാം, പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ അടിസ്ഥാന യോഗ്യത എന്താണ്? TTC അല്ലെങ്കിൽ +2 TTC ആയിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ബിരുദ യോഗ്യതയാക്കാനായിട്ട് നീക്കം വരുന്നുണ്ട്. പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ അടിസ്ഥാന യോഗ്യത ബിരുദമാക്കാൻ നീക്കം. നിലവിൽ SSLC, +2 TTC, DLED, KTET എന്നിവയാണ് യോഗ്യത. ബിരുദം നിർബന്ധം അല്ലായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് മുന്നോടിയായി ബിരുദം നിർബന്ധ യോഗ്യതയാക്കുന്നതാണ് പരിഗണിക്കുന്നത്. SCERTയുടെ അധ്യാപക വിദ്യാഭ്യാസ കരിക്കുലം ഫ്രെയിംവർക്കിൽ ഇതിനുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 2030-ഓടെ അധ്യാപക നിയമനത്തിലുള്ള അടിസ്ഥാന യോഗ്യത 4 വർഷത്തെ സംയോജിത B.Ed ബിരുദമാകും. മീൻസ് 3 വർഷം ഡിഗ്രി, 1 ഇയർ, അങ്ങനെ ഇപ്പോൾ 2 വർഷമല്ലേ. അതനുസരിച്ച് B.Ed പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി. 2024-ഓടെ സംസ്ഥാനത്ത് പരിഷ്കരിച്ച പാഠ്യപദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പ്രൈമറി അധ്യാപകർക്ക് ബിരുദം അടിസ്ഥാന യോഗ്യതയാക്കാനാണ് ആലോചന. അല്ലാത്ത പക്ഷം സംയോജിത B.Ed 4 വർഷം അടിസ്ഥാന യോഗ്യതയാക്കണം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ ഇതനുസരിച്ച് ഭേദഗതി വരുത്തുകയും വേണം. അപ്പോൾ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഖാദർ കമ്മിറ്റിയുടെ 2ാം റിപ്പോർട്ടിൽ അധ്യാപകർക്ക് 5 വർഷത്തെ അടിസ്ഥാന പരിശീലന കോഴ്സ് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി അധ്യാപക കോഴ്സായ TTC ഇടക്കാലത്ത് പരിഷ്കരിച്ചാണ് DED, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്നാക്കിയത്. പിന്നീട് ഇത് DLED, അതായത് ഡിപ്ലോമ ഇൻ എലിജിബിലിറ്റി എഡ്യൂക്കേഷൻ എന്നാക്കി മാറ്റിയിരുന്നു. അപ്പം UP സ്കൂൾ അധ്യാപകർക്ക് TTC, DED അല്ലെങ്കിൽ DLEDന് പകരം B.Ed അടിസ്ഥാന യോഗ്യതയാണ് വരാൻ പോകുന്നത്. പക്ഷേ LP അധ്യാപകരാകാൻ TTCക്ക് പകരം B.Ed അംഗീകരിക്കില്ല. ഈ വ്യവസ്ഥകളെല്ലാം ഏകീകരിച്ച് ബിരുദമോ സംയോജിത B.Edോ അടിസ്ഥാന യോഗ്യതയാക്കാനാണ് ആലോചിക്കുക. അപ്പോൾ LP സ്കൂളല്ല, UP സ്കൂളിലേക്ക് വരുമ്പോൾ ബിരുദം യോഗ്യതയാക്കിക്കൊണ്ട്
ബാക്കി ബി.എഡോ അങ്ങനെയൊക്കെ പരിഗണിക്കാൻ. ന്യൂസാണ്. വിജ്ഞാപനത്തിന് ശേഷം യോഗ്യത പരിഷ്കരിച്ചു, ദേവസ്വം ക്ലർക്ക് പട്ടിക കുരുക്കിൽ. പുതിയ റാങ്ക് പട്ടികയിൽ 54 ഒഴിവിലേക്ക് മാത്രമാണ് നിയമനം നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ നിയമനത്തിനായി തയ്യാറാക്കുന്ന റാങ്ക് പട്ടിക സാങ്കേതിക കുരുക്കിലാണ്. വിജ്ഞാപനത്തിന് ശേഷം ഈ തസ്തികയുടെ യോഗ്യതയിൽ മാറ്റം വരുത്തിയതാണ് കാരണം. പഴയ യോഗ്യത നിലവിലുള്ളപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾക്ക് മാത്രമാണ് ഇപ്പോഴത്തെ റാങ്ക് പട്ടിക പരിമിതപ്പെടുത്തേണ്ടി വരുന്നതെന്നാണ് കരുതുന്നത്. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സർക്കാരും ദേവസ്വം ബോർഡും മുൻകൈ എടുക്കണമെന്ന് ഉദ്യോഗാർത്ഥികൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസറുടെ 54 ഒഴിവിലേക്ക് മെയ് 18-നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. SLC വിജയമാണ് യോഗ്യതയായി വെച്ചിരുന്നത്. അപ്പം ഒരുപാട് അപേക്ഷകളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 18-ന് 75,352 പേര് പരീക്ഷ എഴുതി. അന്തിമോത്തര സൂചിക പ്രസിദ്ധീകരിച്ച് മൂല്യനിർണ്ണയം ആരംഭിച്ചു. നവംബർ അവസാനത്തോടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനാകുമെന്ന് ബോർഡിന്റെ പ്രതീക്ഷയാണ്. അതിനിടെ കഴിഞ്ഞ ജൂൺ 20-ന് LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസറുടെ യോഗ്യതയിൽ മാറ്റം വരുത്തി ദേവസ്വം കമ്മീഷണർ ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. +2 വിജയവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും അധികാര യോഗ്യതയാക്കിയായിട്ടാണ് പരിഷ്കരിച്ചത്. അതോടെ പുതിയ റാങ്ക് പട്ടികയിലുള്ളവർക്ക് ഈ തസ്തികയിൽ നിയമനം ലഭിക്കാൻ നിയമ തടസ്സമുണ്ട്. അതായത് SSLC പറഞ്ഞിട്ട് ഇപ്പോൾ +2 കമ്പ്യൂട്ടർ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ന്യൂസ് കൂടെ നോക്കാം. LD ക്ലർക്ക് 1165 പേർക്ക് നിയമന ശുപാർശയായി. 6 ജില്ലകളിൽ നിയമന ശുപാർശ ഉടൻ. അപ്പോൾ LD ക്ലർക്കിന്റെ റാങ്ക് പട്ടിക 3 മാസം ആകുമ്പോഴേക്കും നിയമന ശുപാർശ 1000 കടന്നിട്ടുണ്ട്. 8 ജില്ലകളായി 1165 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ബാക്കി 6 ജില്ലകളിൽ നിയമന ശുപാർശ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഈ മാസം തന്നെ അയക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിയമന ശുപാർശയായ 217 എണ്ണം തിരുവനന്തപുരം ജില്ലയിലാണ് അയച്ചത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് മറ്റ് നിയമന ശുപാർശകൾ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളുടെ നിയമന ശുപാർശകൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. 14 ജില്ലകളിലായിട്ട് LD ക്ലർക്കിന്റെ 2000 ഒഴിവുകൾ ഉള്ളതായിട്ടാണ് റിപ്പോർട്ട്. അപ്പോൾ രണ്ടാം ഘട്ട നിയമന ശുപാർശകൾ നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബറിൽ ആദ്യം തയ്യാറാകും. വിവിധ വകുപ്പുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇനിയും 2 ഘട്ട പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന റാങ്ക് പട്ടികയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നമുക്ക് ഇനിയും വരും വർഷങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്നവർ കുറച്ചുകൂടെ മാക്സിമം എഫേർട്ട് എടുത്ത് ഡിസ്ക്രിപ്റ്റീവ് മോഡലിലേക്ക് വന്നാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് പഠിച്ചൊക്കെ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സമയമാകുമ്പം നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക പരീക്ഷ നമ്മൾ പാസ്സാവും. ലാസ്റ്റ് മെയിൻ പരീക്ഷയാകുമ്പോൾ നമുക്കതൊരു അനിശ്ചിതത്വമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.